നീലുവേ നീലു ആ അച്ഛാ അച്ഛാ കഴിക്കാനും മേടിച്ചില്ലേ? ഇതിനകത്തുണ്ടേ കഴിക്കാനൊക്കെ. നീലുവേ ആ രാവിലെ എന്നാ വന്നാ? ഓ 4 മണിക്ക് ബസ് കയറി നേറ്റിക്കരന്ന്. ഓ സുരേന്ദ്രൻ എങ്ങനെയുണ്ട് ഇപ്പോ? സുരേന്ദ്രൻ എങ്ങനെയുണ്ട്? കൈക്ക് ഇവിടെ ഒരു ചെറിയൊരു പോറലുണ്ട്, പിന്നെ തലയ്ക്ക് ചെറിയൊരു 2-3 സ്റ്റിച്ചൊക്കെ ഉണ്ട്. ഓ അല്ല, സുരേന്ദ്രൻ ചിറ്റപ്പന്റെ ബൈക്ക് വേറൊരാളുടെ ബൈക്കായിട്ട് ഇടിച്ചതാ? കൂട്ടിയിടിച്ചതല്ല, സ്കിഡ് ചെയ്തത്. ചല്ലി കൊണ്ട് കയറ്റിക്കോട്ടെ, ചറക്കി അങ്ങ് പോയി. ഇവിടെ ഉരഞ്ഞ് നാശക്കോടാലയായി. അച്ഛനമ്മ എന്ത് പറഞ്ഞു? അമ്മയച്ഛൻ എന്തോന്ന് പറയാൻ? 2 ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞു. എനിക്കിവിടെ പണിയുണ്ട്, ഞാൻ പോന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങളും കൊണ്ട് വരാന്ന്. ഉടനെ അച്ഛൻ പറഞ്ഞു വേണ്ട. വിഷ്ണു പുറത്തു പോയി അല്ലേ? പോയി. എന്തിനു പോയത്? അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസിന് പോയതായിരിക്കുള്ളൂ. എപ്പോഴെങ്കിലും വരുമെന്ന് പറഞ്ഞാ? പെട്ടെന്ന് വരുമെന്നാ പറഞ്ഞേ. ആ ഞാനേ ഒന്ന് കുളിക്കട്ടെ, നടുവേന ബസ്സിരുന്നേ. ചായ എടുക്കട്ടെ? ഓ അമ്മേ, എനിക്ക് 1 ഗ്ലാസ് പാലും കൂടെ എടുത്തോ. നീ പല്ല് വെച്ചാടാ? ശിവൻ പല്ല് വെച്ചില്ല. അവള് പല്ല് വെച്ചില്ലേ, നീ പല്ല് വെക്കില്ലേ? തേക്കും. പാലെടുത്തോണ്ട് പോവാ. പായാ? പാല് വെച്ചാണ് ഇപ്പൊ പല്ല് വെക്കണ. പല്ല് വെക്കടാ, പല്ല് വെക്കാണ്ട് കഴിക്കരുതേ. ശരി. അച്ഛൻ വന്നാ? ചിറ്റപ്പൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. കൈയൊന്നും ഒടുവില്ലല്ലോ അല്ലേ? കൈയുടെ കുഴ ഇളകി പോയടേ. ആ ഭാഗ്യം. കൈയുടെ കുഴ ഇളകിയതാ? ഇല്ല, കൈ ഒടിഞ്ഞില്ലല്ലോ ഒന്ന്. ആ പിന്നെ ചിറ്റപ്പൻ അന്വേഷിച്ചത്, നീ അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞു. എന്നാ അടുത്ത ആഴ്ച പോവാലോ? പോകുമ്പോഴേ ആ എൻ്റെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് പോ. എന്തിന്? ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരില്ല, പിന്നെ എന്തിനു പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട്? അത് പറ്റൂല, BSc എടുക്കണ്ടേ? അതിനാണ് അവൻ വിളിച്ച് പറഞ്ഞത്. ഇന്നാൾ വിളിച്ച് പറഞ്ഞിട്ട് ഇന്നായി അവൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ, നീ പോയി നില്ലേ, ഇവിടെ വന്നാൽ ശരിയാവില്ല. അതെന്ത്? ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, എനിക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. പറഞ്ഞല്ലേ അച്ഛനടുത്ത്? അത് തന്നെ, അത് നേരത്തെ പറഞ്ഞല്ലേ പോകാൻ പറ്റില്ല എന്ന്. പിന്നെ പുതിയ പ്ലാനും കൊണ്ട് വന്നേക്കണു. അല്ല, അവൻ്റെ പോക്ക് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവനെന്താ കുഴപ്പം? അവന് കുഴപ്പമേ ഉള്ളൂ. കുഴപ്പങ്ങൾ പറയാൻ തുടങ്ങിയ കുറെ ഉണ്ട്, അത് എന്ത് പറഞ്ഞാലൊന്നും തീരില്ല. ശിവ ഉണ്ടായിരിക്കേ, അച്ഛൻ പറയട്ട് ഇടയ്ക്കുള്ള സംസാരിക്കല്ലേ. അച്ഛാ പറഞ്ഞു. ഡേയ്, ഇന്ന് പ്രാക്ടീസ് കഴിഞ്ഞാ? കഴിഞ്ഞ്. ഇന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നാ? ഉണ്ടായിരുന്നു. എവിടെ വെച്ചായിരുന്നു പ്രാക്ടീസ്? പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ ചോദിക്കണേ, എന്താ പറ്റിയേ? പിന്നെ എനിക്ക് എവിടെ പോയി എപ്പോൾ വന്നെന്നൊക്കെ ചോദിച്ചൂടെ എനിക്ക്? എവിടെ പ്രാക്ടീസ് എവിടെ വെച്ച്? ഞങ്ങളുടെ റൂമിൽ വെച്ച്. ഈ അച്ഛൻ എന്ത് പറ്റിയത്? സംഭവം മനസ്സിലായി. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങ് നേറ്റെങ്കിലോട്ട് പറഞ്ഞു വിടണം. അച്ഛൻ എന്നെ വെറുതെ വിട വെച്ച് ഞാൻ ജീവിച്ചു പൊക്കോട്ട്. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ അവനെ കൊണ്ട് അവിടെ നിർത്തിയൊന്നും വേണ്ട. എനിക്ക് അവനെ കാണാനൊന്നും ഇരിക്കാൻ പറ്റില്ല. ഈ അച്ഛൻ പറയുന്നത് ശരിയാ. ഇവന് ചേട്ടനെ ഒറ്റ ഒരാളെ ആവശ്യമാക്കുന്നത് ഈ അമ്മ. നല്ലവനാര്? അവനെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്. നിന്നെ ഒന്നും കണ്ടില്ലേലും കുഴപ്പമില്ലെന്ന് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓ രാവിലെ മുഖത്തിൻ്റെ ഭംഗി നോക്കണം. ഇത് പൊട്ടിയോന്നൊരു ഡൗട്ട് തന്നെ. അവിടെ എല്ലാം പൊട്ടി കിടക്കുക തന്നെ. എന്തോന്ന് രാവിലെ മുള്ളുമ്മനെ വെച്ച് സംസാരിക്കണേ? നേറ്റിക്കിட்ட പോയി വന്നപ്പോ തുടങ്ങിയതാ ഇളകിയാ? നിനക്ക് എന്തോന്ന് അറിയണോടി? രാവിലെ കെട്ടി ഒരുങ്ങി പോയാൽ മതിയല്ലേ? പോണത് വരണം ഇവിടെ നടക്കുന്ന കാര്യമൊന്നും അറിയണ്ടല്ലോ നിനക്ക്. ഭയങ്കര നിനക്കൊരു ബോധമല്ല ഉണ്ടാടി ഇറങ്ങി. എനിക്ക് ബോധമില്ലാത്തോണ്ടാണല്ലോ കൂടെ ഇറങ്ങി പോകുന്നത്. ആണ്ട വന്നല്ലേ നിന്റെ മോയ്. എന്തോന്ന് നിങ്ങക്ക്? അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയാ, എന്നെ കണ്ട അപ്പ ഇളകിക്കോളും. വെറുതെ വെക്കിട്ടാറാൻ വരും. നീ ഇന്ന് ഡാൻസ് പ്രാക്ടീസിന് പോയിരുന്നല്ലേ? പോയിരുന്നു. എവിടെ വെച്ചായിരുന്നു പ്രാക്ടീസ്? ഞങ്ങളുടെ റൂമിൽ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ തന്നെ? വേറെ എവിടെ നീ പോയില്ല? ഇല്ല, വേറെ എവിടെ പോവാൻ? ഒരിടത്തും പോയില്ല. അച്ഛൻ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നു? കണ്ടാ? ഞാൻ കണ്ടെന്ന് അറിഞ്ഞപ്പോ പറ്റിയണ്ട. എടാ ആടാ, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട പെണ്ണാടാ. ഇനി കൂട്ടുകാരുടെ സൗകര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ? അതിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവളുടെ വീട് കോട്ടയത്താ. അവളിവിടെ ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടി വന്നതാ. രാവിലെ എണിച്ചിട്ട് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് കൊണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടാക്കിയത്. വേറെ ഒന്നും ഇല്ല. എന്താ അവൾക്ക് ഓട്ടോ പിടിച്ച് വെച്ചൂടെ? നീ കൊണ്ടാക്കിയാലോ അവിടെ ചെല്ലാവുക? അപ്പൊ നീ പ്രാക്ടീസിന് പോയില്ലേ ഇന്ന്? ഞാൻ പോയിന്ന്. അവളെ കൊണ്ടാക്കി ഉടനെ പോയി. നീ ഞാൻ ചെറിയ ജിനുവിനെ വിളി. ഇവൻ ഇന്ന് പ്രാക്ടീസിന് പോയെന്ന് വിളിച്ചിട്ട് പോയി.